അവര് 5 പെൺകുട്ടികളാണ്. മാങ്ങോടി, പരക്കാടി, പൂക്കുളത്തി, താഴക്കോടി, നെല്ലിക്കുളത്തി 5 മക്കൾ അവിടെ. അവര് 5 മക്കള്. അതെ. എന്നാന്ന് എനിക്ക് തെറ്റി. അവര് മൊത്തം 7 മക്കള്, ബാക്കി 2 അവിടെ പോയി. അച്ഛൻ അറിയില്ലേ? അച്ഛാ, അവര് 7 പെൺകുട്ടികളാണ്. അതെ. അതിൽ 5 കുട്ടികളുടെ പേരെ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ 2 മക്കള് തേണ്ട ജാതികളിലൂടെ പോയത് കൊണ്ട് ഒറ്റക്കൂടിയായി മാറ്റി നിർത്തിയേക്കണം. അതിൽ ഒരു മകൾ അവിടെ ഇരിക്കുന്നത് പുൻശ്ശേരി തട്ടത്തിലുള്ള പൂക്കുളങ്ങര അമ്മ പറയണല്ലേ, അത് ഒടുവിലെ മകളാണ്. ഈ അമ്മന്റെ അരികെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും എന്റെ ചെറിയ ചേച്ചിയുടെ ഞാൻ ഇരിക്കുള്ളൂ, മാറിയിരിക്കുകയാണ്. അവിടെ കുമ്മാട്ടി ഉറക്കാനേ പറ്റുള്ളൂ. കുമ്മാട്ടി കാണാൻ പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഒരു പോരാട്ടം കളിയെ നടത്തുന്നത്. അതെ, 2ാമത്തെ മകൾ അവിടെ ഇരിക്കണോ, മഞ്ഞുള്ള ഒരു തട്ടകത്ത് ചെറുതൊരു ഭഗവതി. ആ ഭഗവതി അവിടെ ഇരിക്കുന്നുണ്ട്. അതെ, അമ്മയാണ്. അത് അമ്മ പറഞ്ഞത് തെരഞ്ഞ് മക്കളെ തെരഞ്ഞ് കാണാതെ അരയിരുന്നാണ് ചേരാമംഗലം തട്ടകത്ത് മന്നത്തുമുത്ത് ഭഗവതി. അച്ഛനാര് ശക്തി കൊടുക്കണം. പല്ലാവരപ്പൻ ശക്തി കൊടുക്കുന്ന മീൻകുളത്തെ അമ്മ എന്ത് തന്നെയാണെങ്കിലും ഒടുവിലെ മകളാണ് പൂക്കുളങ്ങര അമ്മ. അവിടുന്ന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സ്ത്രീധനം കൊടുക്കാൻ മടിയില്ല. അമ്മ തെരഞ്ഞു പോയ അമ്മനെയും കാണാനില്ല. അത് കേൾക്കണ അച്ഛാ, നേരം കൊടുത്ത എന്റെ കല്യാണമാണ്, തരാനുള്ള സ്ത്രീധനം തെരിയും പറഞ്ഞു. അച്ഛനെന്ത് പറഞ്ഞു, മകളെ പോയ അമ്മനെയും കാണാനില്ല, അമ്മ തെരഞ്ഞു പോയ അമ്മനെയും കാണാനില്ല, സ്ത്രീധനം തരാൻ ഒരു വഴിയില്ല മകളെ. മകൾ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഇന്ന് സ്ത്രീധനം തന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ വിളിക്കും വരണ്ട, ഞാൻ നിങ്ങളെ വിളിക്കും വരില്ല. മകളെ ഏത് കാലമാണെങ്കിൽ എന്റെ മകൾക്ക് തരാനുള്ള സ്ത്രീധനം